യെശയ്യാവിൻ്റെ പ്രവചനം 38 അധ്യായം 16 കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എൻ്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എൻ്റെ ജീവനെ രക്ഷിക്കും. മനുഷ്യരുടെ ജീവിതം അവരുടെ കഴിവോ മിടുക്കോ ആണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. മനുഷ്യൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അവൻ അസാധ്യമാവുകയില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രമേൽ വലിയ ഭാവനയും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും മനുഷ്യരുടെ ഉള്ളിൽ ദൈവം തന്നെ നൽകിയിട്ടുണ്ട്. ആകയാൽ മനുഷ്യർ നടത്തുന്ന ഏത് നേട്ടങ്ങളിലും ദൈവം അത്ഭുതപ്പെടുന്നില്ല. മാത്രമല്ല, മനുഷ്യൻ അവൻ്റെ കഴിവിനാൽ പരമാവധി എവിടെ വരെ എത്തുമെന്ന് ദൈവത്തിന് നന്നായി അറിയുകയും ചെയ്യാം. ആകയാൽ അവർ തങ്ങളുടെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുകയും ദൈവത്തെ പരിഹസിക്കുകയും ചെയ്യുമ്പോഴും ദൈവം അതിലൊന്നും കുലുങ്ങുന്നില്ല. നിത്യനായ ദൈവത്തിന് മനുഷ്യൻ്റെ ഈ അഹങ്കാരമെല്ലാം പരമാവധി അവൻ്റെ മരണത്തോടെ അവസാനിക്കുമെന്ന് അറിയാം. എന്നാൽ അതിനു മുമ്പേ ദൈവത്തെയും അവിടുത്തെ ഹിതത്തെയും അവർ തിരിച്ചറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തനിക്ക് രോഗം ബാധിച്ച് കിടപ്പിലായപ്പോഴാണ് ഹിസ്കിയാവ് ഇത് കൂടുതലായി തിരിച്ചറിയുന്നത്. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നതിനാൽ ദൈവത്തിന് പ്രിയനായിരുന്നു. ചെന്നിടത്തൊക്കെയും ദൈവം അവന് വിജയം നൽകി. അതിലൊന്നും ഹിസ്കിയാവ് നിഗളിച്ചതുമില്ല. എന്നാൽ തൻ്റെ ആയുഷ്കാലം അവസാനിക്കുകയാണെന്ന് ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഹിസ്കിയാവ് ശരിക്കും ഒന്ന് വിറച്ചു. ദൈവത്തിൻ്റെ വചനവും കൃപയുമാണ് ഏതു മനുഷ്യൻ്റെയും ജീവനെ നിലനിർത്തുന്നതെന്ന് താൻ തിരിച്ചറിഞ്ഞു. ആകയാൽ ദൈവത്തിൻ്റെ ആ വചനത്തിലും കൃപയിലും ആശ്രയിക്കാൻ താൻ തീരുമാനിച്ചു. അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് തൻ്റെ ആയുസ്സിനോട് 15 വർഷം കൂട്ടാൻ തോന്നിയത്. ആകയാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്താൽ തന്നെയും സൗഖ്യമാക്കി രക്ഷിക്കുമെന്ന് പാടുന്നു. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ കൃപയാലും വചനത്താലുമാണ്. അതിനെ എപ്പോഴും ഓർക്കാൻ, നന്ദി പറയാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.